രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും അവകാശ പോരാട്ടങ്ങൾക്ക് കരുത്തു പകർന്ന് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മാസ് പൊളിറ്റിക്കൽ മൂവ്. അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്റർനെറ്റ് പ്രസ്ഥാനം ഡൽഹിയിലെ ജന്തർ മന്ദിറിലേക്ക് എത്തിയപ്പോൾ തന്നെ പ്രശ്നത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ രാഹുൽ ഗാന്ധി അതിശക്തമായ തന്ത്രങ്ങളോടെ സമരത്തെ ഏറ്റെടുക്കുകയായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ CJP പ്രക്ഷോഭത്തെ ഹൈജാക്ക് ചെയ്ത് കളത്തിലിറങ്ങിയ രാഹുൽ ഭരണകൂടത്തെ ഞെട്ടിച്ചുകൊണ്ട് രാജ്യത്തെ മുതിർന്ന എംപിമാരെയും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും അതികൂടവും ശക്തവുമായ ആലോചനകളിലൂടെ ഒരൊറ്റ കുടക്കീഴിൽ അണിനിരത്തി. രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ കരുത്ത് പൂർണ്ണമായും പ്രതിഫലിച്ച നിമിഷങ്ങൾക്കായിരുന്നു തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ സുരക്ഷാ വലയമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലേക്ക് പ്രക്ഷോഭത്തെ നയിച്ചെത്തിയത് രാഹുലിന്റെ കൃത്യതയാർന്ന രാഷ്ട്രീയ തന്ത്രമായിരുന്നു. ഇതോടെ ആഗോള മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഈ സമരത്തിലേക്ക് തിരിഞ്ഞു. പ്രതിഷേധം നിയന്ത്രണാതീതമായതോടെ എന്തതിക്രമം കാട്ടണമെന്നറിയാതെ കേന്ദ്ര സർക്കാരും ആഭ്യന്തര മന്ത്രാലയവും പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലായി. വിദ്യാർത്ഥികളുടെ ജനരോഷത്തിന് മുന്നിലും രാഹുൽ ഗാന്ധിയുടെ ശക്തമായ നേതൃത്വത്തിന് മുന്നിലും പതറിയ കേന്ദ്ര സർക്കാർ ഒടുവിൽ ഒത്തുതീർപ്പിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ സഹമന്ത്രി ജിതേന്ദ്ര സിംഗിനെ തന്നെ ദൂതനായി അയക്കാൻ നിർബന്ധിതരായി. ചർച്ചകളിൽ വീണുപോകാതെ വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾക്കൊപ്പം ഉറച്ചുനിന്ന രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിന്റെ ഒത്തുതീർപ്പ് ശ്രമങ്ങളെ തള്ളിപ്പറഞ്ഞു. പരീക്ഷാ വിവാദങ്ങളിൽ പരാജയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും പാർലമെന്റ് ചർച്ചയും ആവശ്യപ്പെട്ട രാഹുൽ പിന്നീട് അടിച്ചമർത്തൽ തന്ത്രങ്ങളുമായി വന്ന പോലീസിനെതിരെയും മോദി സർക്കാരിനെതിരെയും ആവശ്യങ്ങളുടെ വ്യാപ്തി 5 ഉയർത്തി തിരിച്ചടിച്ചു. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച വിട്ടുവീഴ്ചയില്ലാത്ത 5 പ്രധാന ആവശ്യങ്ങളിലൊന്ന് പ്രധാനമന്ത്രിയുടെ മാപ്പ് പറച്ചിലാണ്. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അതിക്രമം അഴിച്ചുവിട്ട സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരസ്യമായി മാപ്പ് പറയണം. 2 പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിൽ പരാജയപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും അടിച്ചമർത്തലിന് നേതൃത്വം നൽകിയ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉടനടി രാജിവെക്കണം. 3 പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ചും വിദ്യാർത്ഥി പ്രക്ഷോഭത്തെക്കുറിച്ചും പാർലമെന്റിൽ അടിയന്തരവും വിപുലവുമായ ചർച്ച അനുവദിക്കണം. 4 വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും നിരപരാധികളായ വിദ്യാർത്ഥികൾക്കെതിരായ കേസുകൾ പൂർണ്ണമായി പിൻവലിക്കുകയും ചെയ്യണം. 5 രാജ്യത്തെ വിദ്യാഭ്യാസ പരീക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചകൾ പരിഹരിച്ച് സുതാര്യമായ അടിയന്തര പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണം. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ തകിടം മറിച്ച അഴിമതികൾക്കും ക്രമക്കേടുകൾക്കുമെതിരെ പോരാടുന്ന യുവതയ്ക്ക് കൃത്യസമയത്താണ് രാഹുൽ ഗാന്ധി രക്ഷകനായി എത്തിയത്. വിട്ടുവീഴ്ചയില്ലാത്ത ഈ പോരാട്ട വീരത്തിന് മുൻപിൽ മോദി സർക്കാരിന് അല്പമെങ്കിലും വഴങ്ങേണ്ടി വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഭയമില്ലാതെ ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യങ്ങൾക്കായി നരേന്ദ്രമോദിയുടെ കൺമുന്നിൽ പോയി പോരാടാൻ രാഹുൽ ഗാന്ധിയോളം പോന്ന മറ്റൊരു നേതാവില്ലെന്ന് തെളിയിക്കുന്നതാണ് ഡൽഹിയിൽ കണ്ട സംഭവങ്ങൾ.